ഇനി പിണറായി വിജയൻ വാങ്ങിയ ഹെലികോപ്റ്റർ പോലീസിന്റെ ഹെലികോപ്റ്ററായി ഉപയോഗിക്കുന്നത് എന്താ തർക്കമുള്ള നിങ്ങൾക്ക്? അന്ന് പിണറായി വിജയൻ ഒറ്റയ്ക്ക് നടന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ വാചകം. താങ്കളോട് ചോദിച്ചു തുടങ്ങിയത് നിങ്ങൾ അളന്ന അളവ് കൊണ്ട് നിങ്ങൾ അളക്കപ്പെടുമെന്നുള്ളതാണ്. അന്ന് പറഞ്ഞ കാര്യം ഇന്നിപ്പോ ആരോഗ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് ഞാൻ വേറെ കസേരയിലല്ല ഇരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. ഇൻഡോ ജോൺ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സർക്കാർ സമയമെടുത്ത് എന്താണ് അതിന്റെ പോംവഴി എന്ന് പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കും എന്ന്. കഴിഞ്ഞ സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ചു, അത് പിന്നെ മരവിപ്പിച്ചതായി കത്ത് കൊടുത്തു. ആ മരവിപ്പിച്ചതായി കത്ത് കൊടുത്തതിന് ശേഷം SSA ഫണ്ട് റിലീസ് ചെയ്തിട്ടില്ല, ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഇനി എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചന നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാവുമല്ലോ, മുന്നണിക്കൊരു തീരുമാനം ഉണ്ടാവും, കോൺഗ്രസ് പാർട്ടിക്കൊരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം ക്ലാരിറ്റി ഉള്ള തീരുമാനമാണെങ്കിൽ ആ തീരുമാനം പറയാം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും. PM ശ്രീയിൽ എന്ത് സമ്മർദ്ദമുണ്ടായാലും ഞങ്ങൾ ഒപ്പിടില്ല, NEP അംഗീകരിക്കില്ല. ഇത് ക്ലാരിറ്റി ഉള്ള നിലപാടാണ്. പ്രതിപക്ഷ നേതൃത്വം പറഞ്ഞ കാര്യമാണ്. നടപടിക്രമങ്ങൾ നടന്നോട്ടെ, അതിന്റെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോട്ടെ. പക്ഷെ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഇതാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും പിന്നോട്ട് വലിക്കുന്ന കാര്യം എന്താണ് ആ ഘടകം? തീർച്ചയായിട്ടും അഭിലാഷ്, താങ്കൾ നേരത്തെ എൻ്റെ ഭാഗത്ത് അവസാനിപ്പിച്ചു പോയപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ സർക്കാരിനെ റിപ്പീറ്റ് ചെയ്യാനല്ല, റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അല്ലാത്തതിനൊക്കെ റിവേഴ്സ് ചെയ്യണം. അത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ ഒരു തരത്തിലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കോൺഗ്രസ് ആശയപരമായോ സംഘടനാപരമായോ അനുകൂലിക്കുന്നില്ല. കേരളത്തിലെ UDF സർക്കാർ അത് നടപ്പാക്കാനും പോകുന്നില്ല. PM ശ്രീയിൽ ഒപ്പിട്ടത് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ കാലത്താണ്. ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം ലേഖനം എഴുതിയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, PM ശ്രീയെക്കുറിച്ച് മുൻപുണ്ടായിരുന്ന അഭിപ്രായം മാറി, ഇപ്പോൾ നല്ല അഭിപ്രായമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾക്ക് ഇപ്പോഴും അപ്പോഴും PM ശ്രീയെക്കുറിച്ചിട്ട് അത്ര നല്ല അഭിപ്രായമല്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ഇത് ശരിയായിരുന്നു എന്നാണ് അവർ അന്ന് പറഞ്ഞത്. ശരിയായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് 3 വർഷക്കാലം അവർ വെച്ച് താമസിപ്പിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു പണം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോൾ അരുൺകുമാർ തന്നെ പറഞ്ഞത് എന്താ, കേന്ദ്ര സർക്കാരിൽ നിന്ന് SSAയുടെ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായ നിലപാടിൻ്റെ പേരിലാണ് ഒപ്പിട്ടത്. തന്ത്രപരമായ നിലപാടിൻ്റെ പേരിൽ സംഘപരിവാർ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ നിലപാട് എന്താണ്? ഞങ്ങളുടെ നിലപാട്, നിങ്ങൾ ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഇനി എന്തൊക്കെ ചെയ്യണം, മുന്നോട്ട് പോകേണ്ടി വന്നാൽ അതെങ്ങനെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണത്തെ അവഗണിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പിന്മാറാൻ പറ്റുമെന്ന് പരിശോധിക്കാനുള്ള അധിക ബാധ്യത കൂടി നിങ്ങൾ ഞങ്ങൾക്ക് തന്നേക്കുകയാണ്. നിങ്ങൾ അന്ന് തന്ത്രപരമായി പണം കിട്ടാൻ വേണ്ടിയിട്ട് സംഘപരിവാർ താല്പര്യങ്ങൾക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നിട്ട് നിങ്ങളിപ്പോൾ ഞങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ നിലപാട് എന്താണെന്ന്. ഇനി കേരളത്തിൻ്റെ മഞ്ഞക്കുറ്റി പറിച്ചു കളഞ്ഞത് അരുൺകുമാർ നല്ല വിഷമം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ കേരളത്തിലെ മനുഷ്യർ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു. ഇനി താങ്കൾ ഇവിടെ കുറേ കാര്യം പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞ എല്ലാ ആക്ഷേപത്തിനും എനിക്ക് മറുപടി ഉണ്ട്. പെട്രോളിയത്തിൻ്റെ അധിക നികുതി കുറച്ചു കൊടുക്കും എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് അത് കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് നിങ്ങൾ ആ ആവശ്യം ഉന്നയിക്കുന്നു. ഞങ്ങൾ അന്ന് പറഞ്ഞ ആവശ്യം ശരിയായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. ഇനി അത് കുറയ്ക്കുന്നതാണ് തർക്കം. അത് കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായിട്ടും എൻ്റെ അഭിപ്രായം, പെട്രോളും CNG ഒക്കെ അടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. പക്ഷേ 22 ദിവസം മാത്രമായിട്ടുള്ള ഒരു സർക്കാരിന് കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതി പരിശോധിച്ചുകൊണ്ട് എങ്ങനെയാണ് സാഹചര്യം എന്ന് നോക്കിയിട്ട് വേണം അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. 10 വർഷക്കാലം ധനകാര്യ വകുപ്പ് കയ്യിലിരുന്ന നിങ്ങൾ എന്തുകൊണ്ട് കുറയ്ക്കാതിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കാതിരുന്നത് കൊണ്ടാണോ? ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട ധവളപത്രം പുറത്തിറക്കി സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി ഇനി കുറയ്ക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിൽ കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അതിനെക്കുറിച്ചിട്ടും ആലോചിക്കണം, പഠിക്കണം, ചെയ്യേണ്ടതുണ്ട്. ഇനി PSC റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെ കാലാവധി നീട്ടിക്കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? അതിന് ചില നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുള്ളതുകൊണ്ട് വീണ്ടും അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത കാര്യം തീരുമാനിച്ചു. SIമാരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ട് 42 SIമാരെ നിയമനത്തിനുള്ള ശുപാർശ കൊടുത്തില്ലേ? തീരുമാനിച്ചില്ലേ? നിങ്ങൾ ചെയ്തോ? ഇനി മോഡി പിടിപ്പിക്കലിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിന്റെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. നിങ്ങൾ മോഡി പിടിപ്പിച്ച പോലെയാണോ എന്നുകൂടി പരിശോധിക്കണം കേട്ടോ. ആ 45 ലക്ഷത്തിന്റെ തൊഴുത്തും 45 ലക്ഷത്തിന്റെ നീന്തൽക്കുളവും 25 ലക്ഷത്തിന്റെ ലിഫ്റ്റും ഒക്കെ മോഡി പിടിപ്പിച്ചോ എന്നും കൂടി ഒന്ന് പരിശോധിക്കണം. ഇനി പിണറായി വിജയൻ എന്താണ് കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറാത്തത്? അതും മോഡി പിടിപ്പിക്കൽ നടക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപമില്ല. പണ്ടത്തെ മോഡി പിടിപ്പിക്കലല്ല ഇപ്പൊ നടക്കുന്നത്. ഇനി അതിനേക്കാൾ വലിയ മോഡി പിടിപ്പിക്കൽ വന്നാൽ അന്ന് പറഞ്ഞ അതേ ആക്ഷേപം ഇപ്പോഴും പറയും. ഇനി പിണറായി വിജയൻ വാങ്ങിയ ഹെലികോപ്റ്റർ പോലീസിന്റെ ഹെലികോപ്റ്ററായി ഉപയോഗിക്കുന്നതിൽ എന്താ തർക്കമുള്ള നിങ്ങൾക്ക്? അന്ന് പിണറായി വിജയൻ ഒറ്റയ്ക്ക് നടന്നു, ഇന്നത് പോലീസിന്റെയും മറ്റു അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നയപരമായി ശരിയായ തീരുമാനമല്ലേ? ആ ഹെലികോപ്റ്റർ പിണറായി വിജയൻ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തെയോ ആ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് മുതലോ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഈവൻ ഈ അവയവ ട്രാൻസ്പോർട്ടേഷൻ അടക്കം.
തീർച്ചയായിട്ടും അഭിലാഷേ, അത്തരം കാര്യങ്ങളിലും ചില സാഹചര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഹെലികോപ്റ്റർ എടുത്തതിന്റെ അതിന്റെ വാടക, അതിന്റെ മറ്റേ മന്ത്ലി വാടക കൊടുക്കുന്നത്, അതിന്റെ മറ്റ് ട്രാൻസാക്ഷനൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വലിയ സംശയങ്ങളും നിലനിന്നിരുന്നു. അങ്ങനെയല്ല, ഇക്കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായ ഒരു സുതാര്യതയോടെയാണ് അത് നടപ്പാക്കുന്നത്. ഒരേ കാര്യം രണ്ട് കൂട്ടർ നടപ്പാക്കുന്നത് രണ്ട് വ്യത്യസ്ത രീതിയിലാണ്. ഒന്ന് സുതാര്യമായിട്ട്, മറ്റൊന്ന് വളരെ ഗോപ്യമായിട്ട്. ഇനി വികസനം, നല്ല കാര്യങ്ങൾ പറഞ്ഞു തീർക്കട്ടെ അഭിലാഷേ. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി അത് തുടരും. മോശപ്പെട്ട കാര്യങ്ങളും കൊള്ളയും ഉണ്ടെങ്കിൽ അത് തടഞ്ഞു വയ്ക്കും, പിടിക്കും. അത് കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. ഇനി കോവിഡ് നിപ്പയും ഇപ്പോൾ നിങ്ങൾ പറയുന്ന കെ മുരളീധരൻ പിടിച്ചു കെട്ടിയില്ലെന്നാ. നിങ്ങൾ കെ ശൈലജയും മറ്റേ വീണ ജോർജും പിടിച്ചു കെട്ടിയ കോവിഡ് നിപ്പയും ഇനി ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വൈറോളജി ലാഭം കൊണ്ടുവന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതൊക്കെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ നിപ്പയും കോവിഡ് ഇപ്പോൾ വരുന്നത്? അപ്പൊ അന്ന് നിങ്ങൾ പിടിച്ചു കെട്ടിയില്ല. ഇത് ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട്. ഈ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോ എരണംകെട്ട ഭരണമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരുന്നത്. കരുണാകരനും ആന്റണിയും ഒന്നും ഭരിച്ചപ്പോ ഇവിടെ എന്താ വവ്വാലുണ്ടായിരുന്നില്ലേ? എന്താ അന്ന് ആ അസുഖമൊന്നും വരാത്തത് എന്ന് പറഞ്ഞിടത്താണ് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് ഇത് നേരിടേണ്ടി വരുന്നത്. സ്വാഭാവികമാണ്. കോൺഗ്രസ് ഭരിച്ചാലും LDF ഭരിച്ചാലും നാളെ ഇനി BJP ഭരിച്ചാലും ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നേക്കാം. അതിനെ നിയന്ത്രിക്കേണ്ടി വരും, ഇടപെടേണ്ടി വരും. പക്ഷേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ വാചകം. താങ്കളോട് ചോദിച്ചു തുടങ്ങിയത് നിങ്ങൾ അളന്ന അളവ് കൊണ്ട് നിങ്ങൾ വളക്കപ്പെടുമെന്നുള്ളതാണ്. അന്ന് പറഞ്ഞ കാര്യം ഇന്നിപ്പോ ആരോഗ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് ഞാൻ വേറെ കസേരയിലല്ല ഇരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല ശ്രീ ജിൻഡോ, ഈ പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രോഗം സ്ഥിരീകരിച്ച കാര്യം ഇന്ന് വൈകുന്നേരം പോലും ആരോഗ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ഉദ്യോഗസ്ഥരൊക്കെ അറിഞ്ഞു. അപ്പോ മുൻ ആരോഗ്യമന്ത്രിമാരോട് ചോദിച്ച ചോദ്യങ്ങൾ അതിനേക്കാൾ ശക്തിയായിട്ട് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയോട് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യമുള്ളത്. തീർച്ചയായിട്ടും അത് ചോദിക്കണം. ആരോഗ്യമന്ത്രി അതിന് ഉത്തരം പറയും. ഞാൻ പറയുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമായിട്ട് ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷെ അന്ന് വന്ന നിപ്പയാണല്ലോ ഇപ്പോഴും വരുന്നത്. കെ മുരളീധരൻ സത്യപ്രതിജ്ഞ ഇതിപ്പോ പോക്കറ്റിലിട്ട് കൊണ്ടുവന്ന നിപ്പയൊന്നുമല്ലല്ലോ. അന്ന് പിടിച്ചു കെട്ടിയെന്ന് അവകാശപ്പെട്ട് PR വാർത്ത കൊടുത്ത് പ്രചരണം നടത്തി തുടർഭരണത്തിന് വേണ്ടി ശ്രമിച്ച ആളുകൾ അന്ന് പിടിച്ചു കെട്ടി നിപ്പ പിന്നെ ഒളിച്ചിരുന്നിട്ട് കെ മുരളീധരൻ വന്നപ്പോൾ പുറത്തിയാടിയതാണോ? അങ്ങനെയല്ലല്ലോ. അപ്പൊ യാഥാർത്ഥ്യം എന്താണ്? നിപ്പയെയും കോവിഡിനെയും ഒന്നും പിടിച്ചു കെട്ടിയില്ല, ചുമ്മാ തള്ളിയേ ഉള്ളൂ. അത് ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി ആനയുടെ കാര്യം, 22 ദിവസമായ ഇപ്പോൾ നമ്മൾക്ക് ഈ കേരളത്തിലെ എല്ലാ ഫോറസ്റ്റ് ഏരിയയിലും പോയി കിടങ്ങുണ്ടാക്കാൻ പറ്റില്ലല്ലോ. വനം വന്യജീവി പ്രശ്നം അഡ്രസ് ചെയ്യാൻ വെച്ചതിന്റെ 45% മാത്രം ചെലവഴിച്ച ഒരു സർക്കാരിന്റെ പ്രതിനിധി വന്നിരുന്ന് പറയാ 22 ദിവസമായിപ്പോ ആന ചവിട്ടിക്കൊന്നില്ലെന്ന്. ആന ചവിട്ടിക്കൊന്ന മനുഷ്യർക്ക് മനുഷ്യ സഹജവും സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നതുമായിട്ടുള്ള നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവരെ കരുതലോടെ സ്വീകരിക്കുന്നു, നഷ്ടപരിഹാരം കൊടുക്കുന്നു. അതിന് പകരം മറ്റേ ഫാഷൻ ഷോയിൽ പോയി ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയല്ല ചെയ്തത്. പകരം ഇനി അടിയന്തരമായിട്ട് ബജറ്റിൽ ഉൾപ്പെടുത്തി ബാക്കി പദ്ധതികളുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി പറയട്ടെ അഭിലാഷേ, ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന BJP-കാരോട് ഗോമൂത്രവും കഴിച്ചാൽ സകല രോഗങ്ങൾക്കുമുള്ള ശാന്തി കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഈ റഡാറിന്റെ മറ്റേ മഴമേഘങ്ങളുള്ളപ്പോൾ റഡാറിന്റെ മറ്റേ കിരണങ്ങൾ വരില്ലെന്നും അതിന്റെ റേഡിയേഷൻ വരില്ലെന്നും ഒക്കെ പറഞ്ഞ് താന്നു പറക്കാൻ പറഞ്ഞ പ്രധാനമന്ത്രിയുള്ള കാലത്തും മറ്റേ വിമാനം പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനം എന്ന് പറഞ്ഞ ആളുകളും അതുപോലെ ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് പറഞ്ഞ BJP-യുടെ കേന്ദ്രമന്ത്രിയൊക്കെ ഉള്ള ആളുകളാണ് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ NEP കൊണ്ടുവരുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ നേതാക്കന്മാർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നിങ്ങൾ കേരളത്തിലെ പാവപ്പെട്ടവരോട് പറയാൻ കേരളത്തില് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. അക്കാര്യത്തിൽ നിങ്ങൾ തർക്കത്തിനൊന്നും വരേണ്ട കാര്യമില്ല. ശരി, ഓക്കെ. ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ നമ്മൾ എല്ലാ വിഷയങ്ങളിലേക്കൊക്കെ സ്പർശിച്ചു പോയി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ പറഞ്ഞതിന് മറുപടി ആയിട്ടാണ് ഒരു പക്ഷേ താങ്കൾക്കും പറയാനുണ്ടാവും. നമ്മുടെ സെൻട്രൽ വിഷയം വിദ്യാഭ്യാസമാണ്. ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 19 പേരെ MG സെനറ്റിലേക്ക് നിയോഗിച്ച കാര്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണോ? ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോഴും പിന്നീട് രാജേന്ദ്ര ആർലേക്കർ വന്നപ്പോഴും വിവിധ സെനറ്റുകളിലേക്ക് ഇതുപോലെ നിയമനം നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സെനറ്റിലേക്ക് ABVP നേതാക്കളടക്കം നിയോഗിക്കപ്പെട്ട സമയത്ത് അതിനെതിരെ പ്രൊട്ടസ്റ്റ് വന്നു. എന്തിന് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഇതുപോലെ സംഘപരിവാർ നോമിനികളെ നിയോഗിച്ച സമയത്ത് SFI ആദ്യത്തെ സെനറ്റ് യോഗം തടഞ്ഞു. ഈ സംഘപരിവാർ നോമിനികളെ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കടത്തില്ല, ഞങ്ങൾ സംഘപരിവാറിനെ തടയുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സെനറ്റ് യോഗം ഉപരോധിച്ചു, തടഞ്ഞു. ഒരു തവണ തടഞ്ഞു. പിന്നെ അടുത്ത സെനറ്റ് യോഗം മുതൽ ഇവരെല്ലാം പങ്കെടുത്തു. അന്ന് സെനറ്റിലേക്ക് വന്ന ആളുകൾ സിൻഡിക്കേറ്റിന്റെ ഭാഗമായി. ഈ പറഞ്ഞ ആളുകളൊക്കെ സർവകലാശാലകളിൽ ഉണ്ട്, കുറെ കാലമായിട്ടുണ്ട്, സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ. അപ്പൊ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു ഗവർണർ, ഇത് ആദ്യത്തെ UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ എന്നാ പിന്നെ കുറച്ചുപേരെ സെനറ്റിലും സിൻഡിക്കേറ്റിലും നിയോഗിച്ചേക്കാന്ന് പറഞ്ഞതല്ലോ. അഭിലാഷേ, ഈ ചർച്ച തുടക്കം ഞാൻ 2 കാര്യങ്ങൾ പ്രധാനമായും സൂചിപ്പിച്ചു. ഇവിടെ സർവകലാശാലകളുടെ കാവ്യവൽക്കരണം കൃത്യമായി RSS അജണ്ടയാണ്. ഒരു താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ഒന്നെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ, അല്ലെങ്കിൽ പെർമനന്റ് VC വരുന്നത് വരെ, സ്ഥിര നിയമനം കിട്ടി VC വരുന്നത് വരെ.
ഇവിടെ MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു താൽക്കാലിക VC-യെ നിയമിച്ചു. ആ VC-ക്ക് 60 വയസ്സായി സാധാരണ മറ്റേ അധ്യാപക വൃത്തിയിൽ നിന്ന് റിട്ടയർ ആവുന്ന പ്രായമാണ് 60. ആ 60 വയസ്സായത് മെയ് 31-നാണ്. പക്ഷേ VC-യുടെ നിയമനം ഒന്നെങ്കിൽ പെർമനന്റ് VC വരുന്നത് വരെ അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. ഇനി 5 കൊല്ലം കൂടി അദ്ദേഹത്തിന് തുടരാം, അല്ലെങ്കിൽ പെർമനന്റ് VC വരണം. ഈ വിഷയത്തിൽ ഇവിടെ രാജ്ഭവൻ ഏകപക്ഷികമായി, ഈ ചാൻസലർ ഏകപക്ഷികമായി അദ്ദേഹത്തെ മാറ്റി ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. ഒരു വാക്ക് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞോ? ഒരു വാക്ക് ഈ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോ എന്നതാണ് എന്റെ ചോദ്യം. ഇത്രയൊക്കെ പ്രസംഗം കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി ഇവിടെ വന്ന് പറയുമ്പോൾ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? രണ്ടാമത്തെ കാര്യം, 19 അങ്ങ് ചോദിച്ചല്ലോ, പലരെയും തിരികെ കയറ്റിയിട്ടുണ്ട്. പക്ഷെ 30-ൽ 19 പേരെയും ഏകപക്ഷികമായി RSS തിരികെ കയറ്റുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരക്ഷരം പറഞ്ഞോ? ഇല്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോ? ഇല്ല. പണ്ട് എങ്ങനെയായിരുന്നു ഇത്തരത്തിൽ തിരികെ കയറ്റുമ്പോൾ? താങ്കൾ പറഞ്ഞല്ലോ SFI ആദ്യ ദിവസം തടഞ്ഞു, രണ്ടാമത്തെ ദിവസം തടഞ്ഞു, കേസായി, എത്രയോ നിയമ പോരാട്ടം നടത്തി. സുപ്രീം കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി. ഈ ഗവർണറുടെ ചാൻസലറുടെ തെറ്റായ നടപടിക്കെതിരെ നിരവധി നിയമ പോരാട്ടം നടത്തി. ഒരു തവണ മാത്രമാണ് ഗവർണർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്, ഒരു തവണ. ബാക്കി എല്ലാ തവണയും ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും ജയിച്ചത് LDF സർക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരക്ഷരം UDF-ന്റെ നേതാക്കന്മാർ മിണ്ടിയില്ല, കോൺഗ്രസിന്റെ പ്രതിനിധിയും മിണ്ടുന്നില്ല. എന്നിട്ട് CPM-നെ ആക്രമിക്കുക, അതുപോലെ നിരന്തരമായി ആക്രമിക്കുക. അങ്ങൊരു ചോദ്യം ചോദിച്ചു, PM ശ്രീയിൽ കോൺഗ്രസ് ഒപ്പിടുമോ, UDF ഒപ്പിടുമോ? അവിടെ രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഒപ്പിട്ടു, അതുപോലെ തന്നെ തെലങ്കാന ഒപ്പിട്ടു, കർണാടക ഒപ്പിട്ടു, ഹിമാചൽ പ്രദേശ് ഒപ്പിട്ടു. കേരളത്തിൽ ഒപ്പിടുമോ എന്ന് താങ്കൾ സ്പെസിഫിക് ആയിട്ട് ചോദ്യം ചോദിച്ചു. കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞോ? എന്താ അദ്ദേഹം പറഞ്ഞേ? മുന്നോട്ട് പോകേണ്ടി വന്നാൽ ഞങ്ങൾ ആലോചിക്കും. ചോദ്യം നിങ്ങൾ ഒപ്പിടുമോ എന്നതാണ്. അന്തസ്സായി മറുപടി പറ. ഞങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒപ്പിട്ടു, ഞങ്ങൾ തന്നെ മരവിപ്പിച്ചു എന്നതുകൊണ്ട് SSI ഫണ്ട് ഞങ്ങൾക്ക് തന്നില്ല. പക്ഷെ നിങ്ങളുടെ സർക്കാർ വന്നതിന്റെ പിറ്റേ ദിവസം ആ തടഞ്ഞു വെച്ച SSI ഫണ്ട് മുഴുവൻ നിങ്ങൾക്ക് റിലീസ് ചെയ്തു തന്നു. അതിന്റെ ഡീൽ എന്താ? അതിന്റെ ധാരണ എന്താ? പിന്നെ പെൻഷൻ പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ലെന്ന് ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ നിരവധി വിധിന്യായമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാത്തത്. അന്ന് വിവിധ രൂപത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തിയപ്പോൾ നിങ്ങൾ ആളിക്കത്തിച്ചു. സാധാരണക്കാരെ കബളിപ്പിക്കാൻ, പ്രത്യേക ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കാൻ, അവരുടെ വോട്ട് കിട്ടാൻ നിങ്ങൾ പല നമ്പർ ഇറക്കി. എന്നിട്ട് മന്ത്രിസഭ വന്നതിന്റെ പിറ്റേ ദിവസം റാങ്ക് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. രണ്ടാം ദിവസം നിയമപരമായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പിൻവലിച്ചു. ഇത് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്? റാങ്ക് ലിസ്റ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായി പുതിയ നിരവധി കുട്ടികൾ പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്ന, PSCക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ അത് ബാധിക്കും. എന്നിട്ട് നിങ്ങൾ എന്താ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞത്? പെൻഷൻ പ്രായം 56-ൽ നിന്ന് 60 ആക്കണം, ഉയർത്തണം. അതായത് ജോലി പ്രതീക്ഷിച്ച് ഒരു തൊഴിലെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കാത്തു നിൽക്കുന്ന PSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഒടുക്കത്തെ പൂട്ടുന്ന തീരുമാനമല്ലേ നിങ്ങളുടെ നയപ്രഖ്യാപനത്തിൽ വന്നത്? പെൻഷൻ പ്രായം 60 ആക്കുമെന്ന്. അതായത് വരുന്ന 4-5 കൊല്ലത്തേക്ക് ഒരൊറ്റ നിയമനം നടത്താൻ പറ്റുമോ പെൻഷൻ പ്രായം ഉയർത്തിയാൽ? അപ്പൊ നിങ്ങൾ പറഞ്ഞതെന്ത്, നിങ്ങൾ പ്രവർത്തിച്ചതെന്ത്? എന്നിട്ട് ഇപ്പൊ പറയാ പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ് ആക്രമിക്കുക. നിങ്ങൾക്കറിയോ ആ പ്രളയ സമയത്ത് പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പോൾ വലതുവശത്തിരുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാ. അതിനുശേഷം പ്രധാനപ്പെട്ട ഘട്ടം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂട്ടിയിരുത്തിപ്പോയി. എത്രയോ അവയവം, ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിക്കും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്കും ഒക്കെ കൊണ്ടുപോയത് നമ്മുടെ മുന്നിലുണ്ട്. കുട്ടികളുടെ അടക്കം ഹൃദയത്തുടിപ്പ് നിലനിർത്താൻ എത്ര തവണയാ ഹെലികോപ്റ്റർ ഉപയോഗിച്ച്? അന്നൊക്കെ പിണറായിയുടെ ഹെലികോപ്റ്ററാ, ഇപ്പൊ പറയുന്നു പോലീസിന്റെ ഹെലികോപ്റ്റർ. എന്നിട്ട് ഇപ്പൊ പറയുന്നു ഞങ്ങൾ സുതാര്യമാക്കും. ഇതൊക്കെ ടെൻഡർ വിളിച്ച് പൊതുസമ്മത കരാറുണ്ടാക്കി കരാറിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന കാര്യമാ. അതുപോലെ തന്നെ നിപ എന്താ പറഞ്ഞേ ആരോഗ്യമന്ത്രി? എരണം കെട്ടവൻ കേരളം ഭരിക്കുമ്പോൾ ഇതിലും വലുത് വരും. കെ കരുണാകരൻ ഭരിച്ചു വന്നോ, AK ആന്റണി ഭരിച്ചു, നിപ വന്നോ, ഉമ്മൻചാണ്ടി ഭരിച്ചു, നിപ വന്നോ. ഇവിടെ പകർച്ചവ്യാധി വരുന്നതും ഇത്തരത്തിൽ രോഗം വരുന്നതും ഭരണാധികാരിയെ നോക്കിയിട്ടല്ല. വന്ന സാഹചര്യമുണ്ട്, അതിനെ ശക്തമായി നേരിടാൻ കഴിയുമോ ഗവൺമെന്റിന് എന്നതാണ്. ഇപ്പൊ പറഞ്ഞല്ലോ എണ്ണം കെട്ടവൻ, ആ പ്രയോഗം നടത്തിയ ആള് തന്നെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി. ഞങ്ങൾ പറഞ്ഞോ അത്തരത്തിൽ പ്രയോഗം? ഞങ്ങൾ പറഞ്ഞത് ഏത് രോഗം വന്നാലും ഒറ്റക്കെട്ടായിട്ട് നേരിടാൻ നമുക്ക് കഴിയണം എന്ന രൂപത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു പല പ്രയോഗങ്ങളും അദ്ദേഹം നടത്തിയല്ലോ, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് തിരുത്തി പറയേണ്ട, ഓടി ഒളിക്കേണ്ട സാഹചര്യം വരുന്നു. ഒന്നോടെ ഞാൻ ചോദിക്കുന്നു, PM ശ്രീയിൽ നിങ്ങൾ ഒപ്പിടുമോ ഇല്ലയോ? ധൈര്യമായി പറയൂ, നിങ്ങൾ ഒപ്പിടുമോ ഇല്ലയോ? അതേപോലെ തന്നെ ഇവിടെ MG യൂണിവേഴ്സിറ്റിയിലെ VC നിയമനം നിങ്ങൾ തള്ളി പറഞ്ഞോ? നിങ്ങൾ തള്ളി പറയുമോ? 65 വയസ്സ് വരെ കാലാവധി ഉള്ളപ്പോൾ എന്തിന് മുൻ താൽക്കാലിക VC-യെ മാറ്റി 19 പേരെ സെനറ്റിലേക്ക് ഏകപക്ഷികമായി ചാൻസലർ നോമിനേറ്റ് ചെയ്യുന്നതിനെ നിങ്ങൾ എതിർത്തിട്ടുണ്ടോ? ഒരു പ്രസ്താവനയെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പുറത്തുവിട്ടിട്ടുണ്ടോ എന്ന് വീണ്ടും ഞാൻ ചോദിക്കുന്നു. താങ്കൾ ധൈര്യമായിട്ട് ഉത്തരം പറ.